ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മാംഗോ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മാംഗോ ഈ ജാറിലേക്ക് ഇടാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. 2 മതി. നമുക്ക് പാൽ ഒഴിക്കാം. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഈ പരുവായിട്ടുണ്ട് നമ്മുടെ ജ്യൂസ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അപ്പോൾ നമുക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇടാം. നമുക്കിനി 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇടാം. ഇനി 1.5 ടീസ്പൂൺ കൂടി. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് നല്ലോണം കുറുക്കിയെടുക്കാം. ഇനി മാംഗോയുടെ ഇതിലേക്ക് 2-3 തുള്ളി മാംഗോ ഫ്ലേവറും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് അലിയിച്ചെടുക്കാം. ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പരുവത്തിലാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബൗളിൻ്റെ ഉള്ളിൽ ബട്ടറൊക്കെ തേച്ച് വെച്ച് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. ഈ ബൗളിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ വെച്ചത്. ഇത് നല്ലതുപോലെ സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് മാംഗോ പുഡിംഗ് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം, എന്നാലാണ് ഇത് സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നല്ലപോലെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്ത് രസമല്ലേ, കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബൗളിലുള്ള കാരമലൈസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്ര രുചിയാണ്. ഇത് പെട്ടെന്ന് തന്നെ കഴിക്കണം, അലിഞ്ഞു പൊട്ടിപ്പോകുന്നത് കണ്ടില്ലേ. കഴിക്കാൻ നേരത്തെ മാത്രം ഇത് ബൗളിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.